സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുമുള്ള ഷാലോൻ ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം സൺഡേ സ്കൂളിലെയും പറമ്പ സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കഴിഞ്ഞ എപ്പിസോഡിലെ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ചർച്ചകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമായി ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച വിഷയം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ല അല്ലേ? അത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അതായത് കുരിശുമരണം, ഈശോയുടെ പെസഹ രഹസ്യം, ക്രിസ്തു സംഭവം, ഇങ്ങനെയൊക്കെ ചില പദങ്ങൾ നമ്മൾ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ വേദപാഠ പുസ്തകത്തിലും ഉണ്ട് അല്ലേ? ക്രിസ്തു സംഭവം, പെസഹ രഹസ്യം എന്നൊക്കെ. എന്താണ് ഈ ക്രിസ്തു സംഭവം? ക്രിസ്തു ഒരു സംഭവമാണ് എന്ന അർത്ഥത്തിലാണോ? അതെയോ? അല്ല. ക്രിസ്തു സംഭവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഈശോ മിശിഹായുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള രഹസ്യങ്ങളെയാണ്. ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇതിനെയാണ് ക്രിസ്തു സംഭവം എന്ന് വിളിക്കുക. അതേസമയം ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം, പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ, പാസ്കൽ മിസ്റ്ററീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്തിനെയാണ്? ഈശോയുടെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇത്രയും കാര്യത്തെയാണ് പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാം പഠിക്കുന്നത് ഇപ്പോൾ പെസഹ രഹസ്യങ്ങളാണ്. പെസഹ രഹസ്യത്തിലെ ഒന്നാം രഹസ്യം ഈശോ മിശിഹായുടെ മരണം. ഈശോ ഇങ്ങനെ കുരിശേ കയറി മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇതാണ് ന്യായമായും പലർക്കും തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അതേക്കുറിച്ച് സംശയിച്ചിട്ടുള്ളത് അല്ലേ? ഈശോ ഇങ്ങനെ മരിക്കേണ്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ്റെ ഒരു വിശദീകരണം ഞാൻ പറയും. മനുഷ്യകുലം പാപം ചെയ്ത് പിശാചിൻ്റെ അടിമകളായിത്തീർന്നു. നാം പാപം ചെയ്യുമ്പോൾ ദൈവമക്കളുടെ പദവി നമുക്ക് നഷ്ടപ്പെടുകയും നാം പിശാചിൻ്റെ അടിമയായിത്തീരുകയും ചെയ്യും അല്ലേ? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? പിശാചിനോട് ദൈവം പറഞ്ഞു, വിശുദ്ധ അഗസ്തിൻ്റെ വ്യാഖ്യാനം ഇതാ. പിശാചിനോട് ദൈവം പറഞ്ഞു, പിശാചെ, നീ എൻ്റെ ജനത്തെ മുഴുവൻ അടിമകളാക്കി വെച്ചിരിക്കുക, അവരെ വിട്ടുതരണമെന്ന്. ഉടനെ പിശാച് പറഞ്ഞു, ഈ ജാതികളെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും എനിക്കില്ല, എനിക്ക് ഈ മനുഷ്യരോട് ഒരു സ്നേഹവും ഇല്ല, ഞാൻ വേണേൽ വിട്ടു തന്നേക്കാം, പക്ഷേ നല്ല വില തരികയാണെങ്കിൽ വിട്ടുതരാന്ന്. ദൈവം ചോദിച്ചു, നിനക്ക് എന്നാ വില വേണ്ടേ? പിശാചെല്ലാം കച്ചവടമാണ് അല്ലേ? നിനക്ക് എന്നാ വില വേണ്ടേ? പിശാച്, അതിബുദ്ധിമാനായ പിശാച് വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന വില എനിക്ക് തന്നാൽ മനുഷ്യകുലത്തെ നിനക്ക് തിരിച്ചു തന്നേക്കാം. എന്താണ് വില? പിശാച് ആലോചിച്ചിട്ട് പറഞ്ഞു, നിന്റെ പൊന്നോമന പുത്രനായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും വിലയായി തരണം. അതായത് നിന്റെ തിരുക്കുമാരൻ്റെ ജീവനും രക്തവും വിലയായി തന്നാൽ ഞാൻ ജനത്തെ വിട്ടു തന്നേക്കാം. പിശാച് ഒരിക്കലും വിചാരിക്കുന്നില്ല അത് സാധ്യമാണ്. ദൈവത്തിന് തൻ്റെ തിരുക്കുമാരനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മനുഷ്യകുലം തൻ്റെ നിത്യമായ അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞുകൊള്ളും എന്ന ചിന്തയിലാണ് പിശാച് തികച്ചും അസാധ്യമെന്ന് കരുതുന്ന ഈ വില ചോദിച്ചത് അല്ലേ?
പറമ്പ് വിൽക്കുമ്പോൾ വിൽക്കാൻ ഉദ്ദേശമില്ലാത്തവർ ചിലപ്പം തട്ടിവിടും. ആ പറമ്പ് വിൽക്കുന്നുണ്ട് ചേട്ടാ, വിൽക്കുന്നുണ്ട്, എത്രയാ? സെന്റിന് ഒരു 25 ലക്ഷം. സെന്റിന് 25,000 രൂപ വിലയില്ലാത്ത സ്ഥലമായിരിക്കും. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേൾക്കുന്നവർക്കറിയാം എന്താ? വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് പിശാച് ചോദിച്ചത്. പക്ഷേ ചില സ്ഥലക്കച്ചവടക്കാർ നമ്മളെ ഞെട്ടിച്ച് കളയും, ഉടനെ എടുത്ത് അഡ്വാൻസ് തരും, പറഞ്ഞവൻ മണ്ടനായി പോകും, ഇല്ലേ? അങ്ങനത്തെ സ്ഥലക്കച്ചവടവും ഉണ്ട്. അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും, അത് വേറെ വിഷയം. പിശാചിനെ അമ്പരപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, എൻ്റെ പുത്രൻ്റെ ചോരയും ജീവനും ഞാൻ വിലയായി തരും, പകരം മനുഷ്യകുലത്തിനെ എനിക്ക് വിട്ടുതരണം. അപ്രകാരം തൻ്റെ തിരുക്കുമാരൻ്റെ ജീവൻ മോചനദ്രവ്യമായി, അങ്ങനെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അല്ലേ? അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ നൽകാൻ മനുഷ്യപുത്രൻ വന്നു. എന്താ ഈ മോചനദ്രവ്യം എന്ന് പറഞ്ഞാൽ? ആ മോചനദ്രവ്യം എന്ന് പറഞ്ഞാൽ റാൻസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി, അല്ലേ? സാറന്മാരുടെ കൊച്ചിനെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്ന് വെച്ചിട്ട് ആരോ കൊണ്ടേ കർണാടകത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ഇന്ന സൺഡേ സ്കൂൾ സാറല്ലയോ? അതെ, റാംജി റാവു സ്പീക്കിംഗ്, അല്ലേ? അതായത് ഈ കൊച്ചിനെ വിട്ടു തരണമെങ്കിൽ 10 ലക്ഷം രൂപ തരണം. പോലീസിനോട് മിണ്ടിയാൽ കൊച്ചിനെയും തട്ടും നിങ്ങളെയും തട്ടും. സാറ് ഭാര്യയുടെ കെട്ടുതാലി അടക്കം പറിച്ചു വെച്ച് വിറ്റ് 10 ലക്ഷം രൂപയും കൊണ്ട് പറഞ്ഞ സ്ഥലത്ത് എല്ലും. അവർ ചിലപ്പോൾ കൊച്ചിനെ വിട്ടു തന്നിരിക്കും. അങ്ങനെ കൊടുക്കുന്ന പൈസയ്ക്കാണ് എന്തെന്ന് പറയുക? മോചനദ്രവ്യം. പിടിച്ചു വയ്ക്കപ്പെട്ട, അടിമയാക്കപ്പെട്ട ഒരാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി കൊടുക്കുന്ന പണത്തിനെയാണ് റാൻസം, മോചനദ്രവ്യം എന്ന് പറയും. അതായത് ഒരു രാജാവ് കുറേ പടയാളികളെ ശത്രു രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അവര് വിട്ടുകിട്ടണമെങ്കിൽ ഇത്ര രൂപ തരണമെന്ന്. അതാണ് മോചനദ്രവ്യം. മനസ്സിലാവുന്നു? യെസ്. ഈ മോചനദ്രവ്യമായിട്ടാണ് ഈശോയുടെ മരണത്തെ നാം മനസ്സിലാക്കേണ്ടത്. കാരണം നാം പിശാചിൻ്റെ അടിമകളായി തീർന്നു. നമ്മെ വീണ്ടെടുക്കാൻ ദൈവപിതാവ് കൊടുത്ത മോചനദ്രവ്യമാണ് ആത്യന്തികമായി ഈശോയുടെ ജീവൻ എന്ന സത്യം ഓർക്കുക. അതായത് പിതാവായ ദൈവത്തിന് മനുഷ്യകുലത്തോട് തൻ്റെ തിരുക്കുമാരനോടുള്ളതിനേക്കാളും സ്നേഹമുണ്ടായിരുന്നു എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അത്രയും വലിയ സ്നേഹം മനുഷ്യകുലത്തോട് കാണിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് മനുഷ്യകുലത്തെ അത്രമേൽ അഗാധമായി സ്നേഹിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈശോയുടെ കുരിശുമരണം. അതുകൊണ്ട് കുരിശുമരണം ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളിലൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ചർച്ചകളിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ, ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനുള്ള അവസരമാണ്. അതേ തുടർന്ന് നാം വീണ്ടും ഈ വേദിയിൽ തുടരുന്നതാണ്. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ? ജോസ് സാർ ചോദിക്കും. അച്ഛാ, എനിക്കൊരു സംശയമുള്ളത്, ഈശോയെ പിടിക്കാനായിട്ട് വന്നവരോട് ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ നസറേയനായ യേശുവിനെ അന്വേഷിക്കുന്നു. ഈശോ പറയുകയാണ്, അത് ഞാൻ തന്നെയാണ്. തൊട്ട് നിമിഷം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ചോദിച്ചവർ പുറകോട്ട് പോവുകയും അവർ നിലംപതിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് ഒരു നാടകം പോലെ എനിക്ക് അനുഭവപ്പെടുക. ഇതെന്താ അവർ പുറകോട്ട് പോയി നിലംപതിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്താ? ബോംബ് എല്ലാം പൊട്ടിച്ചോലെ തോന്നി. ഒരു നാടകം പോലെ, ഒരു അഭിനയം പോലെ അവിടെ കാണുക. യെസ്, അത് വായിക്കുന്ന ആർക്കും അതിനകത്തൊരു വൈരുദ്ധ്യം തോന്നും. അവരിങ്ങനെ വടിയും കുന്തവും കുടച്ചക്രവുമായിട്ടൊക്കെ വന്നു. പക്ഷേ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? ഈശോ തന്നെ ഇറങ്ങി വന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴും
അവർ പറഞ്ഞു നസ്രായൻ യേശുവിനെ. അതുവരെയും വളരെ ടോപ്പ് ഗിയറിലായിരുന്നു. ഈശോ പറഞ്ഞു ഞാനാകുന്നു. ഉടനെ എല്ലാം കൂടെ മറിഞ്ഞു കെട്ടി വീണു. ഇതെങ്ങനെയാണെന്നാണ് സാറിൻ്റെ ചോദ്യം അല്ലേ? എനിക്കും തോന്നിയതുണ്ട് ഈ സംശയം, ഇതെന്നതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നീട് ബൈബിൾ പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത് വലിയ ഒരു വെളിപാടാണ്. ഈശോ പറയുന്ന മറുപടിയാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ ആകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? യാഹ്വേ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം യാഹ്വേ എന്നുള്ളതിൻ്റെ അർത്ഥമാണത് അല്ലേ? ഈശോ വെളിപ്പെടുത്തി നസ്രായനായ യേശുവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. യേശു പറഞ്ഞു യാഹ്വേ. ഹീബ്രുവിലാണ് ഈശോ മറുപടി പറഞ്ഞത് എങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? യാഹ്വേ എന്ന്. ഈശോ വെളിപ്പെടുത്തിയത് ഈ നസ്രായൻ യേശു എന്ന് നീ പറയുന്നത് ആരാ? സാക്ഷാൽ ദൈവമാണ് എന്ന് ഈശോ വെളിപ്പെടുത്തി. ദൈവം വെളിപ്പെടുത്തിയാൽ പിന്നെ മനുഷ്യന് ഒന്നേ ചെയ്യാനുള്ളൂ, സാഷ്ടാംഗം വീഴുക, ആരാധിക്കുക. ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. താൻ യഥാർത്ഥ ദൈവമാണ്. അല്ലയോ പട്ടാളക്കാരെ, നിങ്ങളുടെ കെണിയിൽപ്പെട്ട, നിങ്ങൾ ഓടിച്ചിട്ട് പിടിച്ച ഒരു പ്രതിയോ ഒരു എരയോ അല്ല ഞാൻ ആരാണ്? ഞാൻ ദൈവമാണ്. ഈശോ ഇനി അവരെ അനുവദിക്കണം, എന്നെ പിടിച്ചുകൊള്ളൂ എന്ന് ഈശോ പറഞ്ഞാലേ അവന് പിടിക്കാൻ പറ്റുള്ളൂ. അവർ സാഷ്ടാംഗം വീണുപോയി എന്ന് പറയുന്നതിന് തുല്യമാണ്. ദൈവീക വെളിപാടിൻ്റെ മുമ്പിൽ പടയാളികൾ സാഷ്ടാംഗം വീണ് ആരാധിച്ചു പോയി. ഈശോ അവരെ അനുവദിക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്തോളാം. അപ്പോൾ മാത്രമേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പീഡാനുഭവ രംഗം തുടങ്ങുന്നത് തന്നെ ശത്രുക്കൾ ഈശോയെ ആരാധിച്ചുകൊണ്ടാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നതിൻ്റെ ആഴമേറിയ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ പീഡാനുഭവ വിവരണം വായിച്ചു തുടങ്ങുന്ന ഏതൊരുവനും ആ സത്യം അറിയണം. ഇവൻ ദൈവപുത്രനാണ്, സത്യദൈവമാണ്, ഇവനെ ആരാധിച്ചുകൊണ്ട് വേണം ഈ വായന ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ആ വിവരണത്തിലൂടെ സുവിശേഷകൻ തരുന്ന സന്ദേശം. ജോർജ് സാറിനൊരു സംശയം തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ വിൻസെന്റ് സാറാണ് ചോദിക്കുന്നത്, മാലോ സൺഡേ സ്കൂളിലെ. സാർ ചോദിക്കൂ. അച്ഛാ, എനിക്കൊരു സംശയം. പിലാത്തോസിൻ്റെ അരമനയിൽ യേശുവിൻ്റെ വിചാരണ നടക്കുന്നു. അപ്പോൾ തന്നെ വളരെ ദൂരെയുള്ള ഹെറോദസിൻ്റെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നു. അവിടെ നിന്നും വളരെ വേഗത്തിൽ ഈ ദൂരെയുള്ള പിലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടിരുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കുകയാണ്. ഇത് വളരെ ദൂരമുണ്ട്, സ്ഥലങ്ങൾ തമ്മിൽ വളരെ ദൂരമുണ്ട്. ഇതെങ്ങനെ സാധ്യമാകും? സാറ് വിശുദ്ധ നാട്ടിൽ പോയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഗലീലിയിലെ ഗവർണറാണ് ആര്? ഹെറോദസ്. യൂദയായിലെ ഗവർണറാണ് ആര്? പീലാത്തോസ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു 100-150 കിലോമീറ്ററെങ്കിലും അകലമുണ്ട്. ഇതിനിടയിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ അവിടെ പോയിട്ട് ഇവിടെ വരുന്നു, ഹെറോദസിൻ്റെ അടുക്ക വിട്ടു ഇങ്ങനെ. പക്ഷേ ബൈബിൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ സുവിശേഷകന്മാരൊരു വാചകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. യഹൂദരുടെ പെസഹാ തിരുനാളിനോടനുബന്ധിച്ച് ഹെറോദസ് അന്ന് ജെറുസലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു അല്ലേ? അതായത് ഈ യഹൂദരുടെ പെസഹാ തിരുനാൾ വരുമ്പോൾ യഹൂദരുടെ പ്രവിശ്യകൾ, അതായത് ഗലീലിയിൽ യഹൂദരുണ്ട്, സമറിയ പ്രദേശത്തുള്ളവരുണ്ട്, യൂദയായിലുള്ളവരുണ്ട്, ഇവരെല്ലാവരും യഹൂദരുടെ നഗരമായ ജെറുസലേത്തേക്ക് വരും. ജെറുസലേത്തേക്ക് വന്ന് പിന്നെ അവരുടെ നിയന്ത്രണത്തിലാണ് ജെറുസലേം പട്ടണം. വാസ്തവത്തിൽ ഓശാന ഞായറാഴ്ച ഗവർണർമാരുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. അതായത് പെസഹാ തിരുനാളിന് മുന്നൊരുക്കമായി ഓശാന ഞായറാഴ്ചയായി നമ്മൾ ആചരിക്കുന്ന ആ ദിവസത്തിൽ റോമൻ ഗവർണർമാരിങ്ങനെ ആടയാഭരണങ്ങളോടെ ജെറുസലേത്തേക്ക് എഴുന്നള്ളുന്ന ഒരു പതിവ് തന്നെയുണ്ട്. അതിന് ബദലായിട്ടാണ് ഈശോ കഴുതപ്പുറത്ത് കയറി ചെല്ലുന്നത്. ഇവന്മാർ വലിയ കുതിരപ്പുറത്ത് മിടുക്കന്മാരായി വരുമ്പോൾ ഈശോ കഴുതപ്പുറത്ത് കയറി പോകുന്നതിൻ്റെ പോലും കാരണം അതാണ്. അവര് അങ്ങനെ വരുന്നു, എല്ലാവരും അവിടെ ഉണ്ട്. ഹെറോദസ് നമുക്കറിയാം, ഹെറോദ് രാജാവ് യഹൂദ രാജാക്കന്മാരിൽപ്പെട്ടയാളാണ്. അതായത് അദ്ദേഹം മക്കബായരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട രാജാവായതുകൊണ്ട് മക്കബായരുടെ കൊട്ടാരം ജെറുസലത്തുണ്ട്. ഹസ്മോണിയൻ കോട്ട എന്നറിയപ്പെടുന്ന
ആ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അതേസമയം റോമൻ ഗവർണറായ പീലാത്തോസ് താമസിക്കുന്നാകട്ടെ റോമൻ കോട്ടയായ അന്റോണിയോ കോട്ടയിലാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു 100-300 മീറ്ററിൻ്റെ അകലമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് സാറ് ചോദിച്ചത് ശരിയാണ്. ജെറുസലേത്തിൽ നിന്ന് ഗലീലി കൊണ്ടുവരാനുള്ള സമയമൊന്നുമില്ല. അതേസമയം ഈ ചുരുങ്ങിയ സമയത്തിനാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നടക്കാവുന്ന കാര്യം തന്നെയാണിത്. സാറിന് മനസ്സിലായി കാണും, ഇതൊരു ഹിസ്റ്റോറിക്കൽ ചോദ്യമായിരുന്നു അല്ലേ? മനസ്സിലായി. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചത് മനസ്സിലായി. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ജോർജ് സാറാണ്. ജോർജ് സാർ ചോദിക്കൂ. ഈശോയുടെ 2 പ്രസ്താവനകളെ സംബന്ധിച്ചാണ്. ഈശോ പറഞ്ഞു, നിങ്ങളിൽ വാളില്ലാത്തവൻ സ്വന്തം ഉടുപ്പ് വിറ്റ് വാള് സമ്പാദിക്കട്ടെ. ആ സമയത്ത് ഗെത്സമനിൽ വെച്ച് പ്രധാന പുരോഹിതൻ്റെ ഭൃത്തിനെ വാളെടുത്ത് വെട്ടി ചെവി ഛേദിച്ചു. അപ്പോൾ ഈശോ ഉടനെ പ്രതികരിക്കുകയാണ്, വാള് അതിൻ്റെ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ തന്നെ. ഇത് തമ്മിലൊരു വൈരുദ്ധ്യമില്ലേ? ഇതെങ്ങനെയാണ് ഈ പ്രസ്താവനകൾ ചേരുക എന്നാണ് എനിക്കൊരു സംശയം. ന്യായമാണ് സാറിൻ്റെ ചോദ്യം. കാരണം ഹെഡ് മാസ്റ്റർ ചോദിച്ചതുകൊണ്ട് നമുക്കറിയാം, ഗൗരവമുള്ള ചോദ്യങ്ങളെ ഹെഡ് മാസ്റ്റർ ചോദിക്കാറുള്ളൂ അല്ലേ? സാറ് ഈ വാള് എനിക്കും തോന്നാറുള്ളൊരു സംശയമാണ്, എന്തിനാണ് ഈശോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പക്ഷെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ന്യായമായൊരു കാര്യം അതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഈശോ പറഞ്ഞു വാള് എടുത്തോളാൻ പറഞ്ഞു, ഉടുപ്പ് വിറ്റിട്ടാണേലും വാള് മേടിച്ചോളാൻ പറഞ്ഞു അല്ലേ? എന്ന് പറയുമ്പോൾ വാൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഉടുപ്പ് വിറ്റ് വാള് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയാണ്, യഹൂദ ശൈലിയാണ്. ഉടുപ്പ് വിറ്റിട്ടാണെങ്കിൽ അവരെല്ലാം മേലങ്കി, ഉടുപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഈ മേലങ്കിയാണ്. മേലങ്കി പണയം വയ്ക്കുക, മേലങ്കി വിൽക്കുക, അത് ഇച്ചിരി വിലയുള്ളൊരു സാധനമാണ് ഈ മേലങ്കി എന്ന് പറയും. ആ മേലങ്കി വിറ്റേച്ചിട്ട് വാള് മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയല്ലേ, കാണം വിറ്റും ഓണമുണ്ട് അല്ലേ? അതായത് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളത് ഓണം ഉണ്ണുക എന്നാണ്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നാ വിറ്റിട്ടാണേലും വേണ്ടിയല്ല, ഓണം ഉണ്ണണം എന്ന് നമ്മൾ പറയും. അതുപോലെ യഹൂദരുടെ ഇടയിൽ ഒരു ചൊല്ലാണ്, മേലങ്കി വിറ്റിട്ടും വാള് മേടിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ സമയമായി. വലിയ യുദ്ധം വരുന്നു, എല്ലാവൻ്റെയും കയ്യിൽ എന്തേലും ഉണ്ടാവണം അല്ലേ? അതുകൊണ്ട് യുദ്ധം വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു പദപ്രയോഗമാണ് എല്ലാവരും ഉടുപ്പ് വിറ്റ് വാള് മേടിച്ചു പോകുന്നത്. ഉടുപ്പ് വിറ്റ് വാള് മേടിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാ വലിയ യുദ്ധം, വലിയ പ്രതിസന്ധി, വലിയ പരീക്ഷണം വരുന്നു. ഈശോ അത്രയാണ് ഉദ്ദേശിച്ചത്. അപ്പസ്തോലന്മാർ വിചാരിച്ചെന്നാ 2 വാളും അവർ പറഞ്ഞു, ഞങ്ങളുടെ ഇത്രയൊക്കെ വാളുണ്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഈശോ ഒന്നും മിണ്ടിയില്ലത്, അത് മതി എന്ന് പറഞ്ഞു അല്ലേ? അതായത് ഈശോയ്ക്ക് തന്നെ ചിരി വന്നു, ഇവരിങ്ങനെയാണല്ലോ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈശോ വാളൂരി വെട്ടിപ്പം, ഈ പത്രോസ് വാളൂരി വെട്ടിയപ്പോൾ ഈശോ തിരുത്തുന്നത്, പത്രോസെ നീ പതിവ് പോലെ ഇവിടെയും മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? പത്രോസിനെ കുറിച്ച് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്ന പത്രോസ് 2 കാര്യത്തിനെ വാ തുറന്നിട്ടുള്ളെന്നാണ് പറഞ്ഞു. ഒന്ന് തിന്നാനും മറ്റൊന്ന് മണ്ടത്തരം പറയാൻ വേണ്ടിയാണ് അല്ലേ? ഇവിടെയും പത്രോസ് അതേ മണ്ടത്തരമാണ് കാണിച്ചത്. എന്താണ് പത്രോസ് പറയുക? അവൻ വാൾ ഊരി ഒരുത്തിനിട്ട് ഒരു വീശി കൊടുത്തു. പേടിച്ചിങ്ങാണ്ട് വീശിയതാണ്, ഇങ്ങനെ ഇല്ല പേടി തട്ടിയിട്ട് കത്തി വീശുന്നത് പോലെ എന്തോ ചെയ്തതാണ്. അല്ലെങ്കിൽ ചെവിക്കിട്ടാണ് വെട്ടുന്നത് അല്ലേ? പേടിച്ച് വെട്ടിയത് കൊണ്ട് ഉന്നം മാറിപ്പോയതാണ്. പത്രോസിനെ ഈശോ തിരുത്തുന്നുണ്ട്. കാരണം ഈശോയുടെ മാർഗം ഒരിക്കലും വാളിൻ്റെ മാർഗമല്ല, വെട്ടലോ പ്രതിരോധമോ കൊലപാതകമോ ഈശോയുടെ വഴിയുമല്ല എന്ന് ആർക്കും ഒരു സംശയവും വേണ്ട. ഈശോ ശിഷ്യരോട് ഒരുങ്ങാൻ പറഞ്ഞു. വലിയ പ്രതിസന്ധി വരുന്നു, പരീക്ഷണം വരുന്നു എന്ന് ഈശോ പറഞ്ഞു. അത് ശരിയാ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ശിഷ്യന്മാരെ, ഇതാ വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാനിതാ കൊല്ലപ്പെടാൻ പോകുന്നു. നിങ്ങൾ ഒറ്റപ്പെടുന്നു. നിങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുക. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കരുത്താർജിക്കുക എന്നാണ് ഈശോ ഉദ്ദേശിച്ചത്.
ശിഷ്യന്മാർ പതിവ് പോലെ തെറ്റിദ്ധരിച്ചതാണ് പലപ്പോഴും ഇവിടെയും സംഭവിക്കുക. ശിഷ്യന്മാർ ഇതിനു മുമ്പ് പല കാര്യങ്ങളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇല്ലേ? ഈശോ സമറിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ചായയും പരിപ്പൂടയും മേടിച്ച് ഓടി വരുന്നുണ്ട്. കർത്താവ് ഇതാ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഈശോ പറഞ്ഞെന്നാ, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. പത്രോസ് വിചാരിച്ചെന്നാ, ഈ ചേടത്തി എന്തോ വട്ടയപ്പം ഉണ്ടായിക്കൊണ്ട് മിശിഹ തിന്നെന്നാണ് പത്രോസ് വിചാരിച്ചത്, അല്ലേ? അതുപോലെയുള്ള ഒരു ശിഷ്യരുടെ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് വേണം ഈ വാള് വാങ്ങാനുള്ള ഈശോയുടെ കൽപ്പനയെ പറയാൻ. അതൊരു ശൈലി പ്രയോഗമാണ്. ആ അരമായ ശൈലി പരിചയമുള്ളവർക്കറിയാം അത് വാള് മേടിക്കാനൊന്നും അല്ല അവിടെ പറയുന്നു. വലിയ പ്രതിസന്ധി വരുന്നു, സർവ സജ്ജരായി ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ്. ഓരോ ഭാഷയ്ക്കും അങ്ങനത്തെ ചില ശൈലികളുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയും കാല് വെന്ത നായെപ്പോലെ അവൻ ഓടി നടക്കുമെന്ന്, അല്ലേ? കാല് വെന്ത നായെപ്പോലെ ഓടുക എന്ന് കേട്ടാൽ അത് വേറൊരു ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിനൊരു അർത്ഥവും ഇല്ല. സായിപ്പ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. കാല്, ഓ ലെഗ്, അത് വെന്തു, ബോയിൽ ചെയ്തു, അല്ലേ? നായ, പട്ടി, പട്ടിയുടെ കാല് വേയിച്ചു, ഓ പട്ടിയുടെ നടകൊണ്ട് സൂപ്പ് വെച്ചതാണ് എന്ന് സായിപ്പ് അങ്ങ് ധരിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. അതങ്ങനെ മറ്റൊരു ഭാഷയിൽ അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാല് വെന്ത നായെപ്പോലെ എന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യമായി വെപ്രാളപ്പെട്ട് ഓടി നടക്കുക. പട്ടിയുടെ കാല് പൊള്ളി, പട്ടി എന്നിട്ട് ഓടി നടക്കുക. ഓടിയത് കൊണ്ട് ആ വെന്ത ഭാഗം കൂടുതൽ നിലത്ത് മുട്ടി പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം നമ്മുടെ വെപ്രാളം കൊണ്ട് അത് വഷളാക്കുകയുള്ളൂ എന്നാണ് മലയാളത്തിൽ ആ ചൊല്ലിൻ്റെ അർത്ഥം. പട്ടി എന്ന് പറയുന്നതിന് അർത്ഥമില്ല, കാലെന്ന് പറയുന്നതിന് അർത്ഥമില്ല, വേയുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. വേറൊരു അർത്ഥമാണ് ആ ചൊല്ലിനുള്ളത്, അല്ലേ? എന്നതുപോലെയാണ് ഉടുപ്പ് വിറ്റ് വാള് മേടിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം ആ ശൈലി പ്രയോഗത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പത്രോസെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈശോ തിരുത്തണ്ടി വന്നത്. പത്രോസെ വാളതിൻ്റെ ഉറയിലിടുക. വെട്ടലും കുത്തലും അങ്ങനെയുള്ള അക്രമത്തിൻ്റെ മാർഗം ക്രിസ്തുമാർഗമല്ല എന്ന് ഈശോ പത്രോസിനെ പഠിപ്പിച്ചതാണ് ശരിയായ ക്രിസ്തീയ വീക്ഷണം. വാള് വിഷയം അങ്ങനെ അവസാനിക്കുകയാണ്, അല്ലേ? എനിക്ക് അതുമായിട്ട് മറ്റൊരു സംശയമുണ്ട്. ഈ പുതിയ നിയമത്തിലെ പിന്നെ വാളിന് ദൈവ വചനവുമായിട്ടൊരു വ്യാഖ്യാനം ഉണ്ടോന്നൊരു സംശയമുണ്ട്. അതൊന്ന് തീർത്താൽ ഇരുതല വാള് പോലെയാണ്. അതെ, അങ്ങനെ വായിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നതായിട്ട് കാണുന്നു. പൗലോസ്ലീഹായി പറയുന്നുണ്ട്, നിങ്ങൾ വാള് വിടാൻ തയ്യാറല്ല, വാള് വെച്ചിട്ട് തന്നെ അവര് പോകുന്നുള്ളൂ. ഓക്കെ, അത് ശരിയാണ്. എഫേസ്യ ലേഖനം 6:12 മുതൽ പൗലോസ്ലീഹ പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്, ആകയാൽ സഹോദരങ്ങളെ നാം പോരാടുന്നത് മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല, സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ആ ആയുധങ്ങളിൽ പറയുന്നതാണ് ദൈവവചനമാകുന്ന വാള്, അല്ലേ? ആ വാള്, വചനമാകുന്ന വാളെടുക്കാനാണോ വാസ്തവത്തിൽ ഇവിടെ പത്രോസിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞാലും വിദൂരാർത്ഥത്തിൽ ശരിയാണ്. ഈശോ എന്നാ പറഞ്ഞത്? ഒരുങ്ങണം, പരീക്ഷണങ്ങളെ, പ്രതിസന്ധികളെ നേരിടാൻ ജാഗ്രതയോടെ ഒരുങ്ങണമെന്നാണ് ഈശോ അവരോട് ആവശ്യപ്പെടുന്നത്, അല്ലേ? ആ ഒരുക്കം വചനമാകുന്ന വാളെടുത്താകാം, നീതിയുടെ പടച്ചട്ട അണിഞ്ഞാകാം, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ വാളാകാം, പാദരക്ഷകളാകാം, അല്ലെങ്കിൽ ശിരോകവചമാകാം. ഓരോന്നും അവിടെ പറയുന്ന ഏതൊരുക്കവും നിങ്ങൾക്ക് നടത്താം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം വയ്ക്കുക, ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെയുള്ള ഏതൊരുക്കവും ശിഷ്യർക്കാകാം. ആ ഒരുക്കങ്ങളെല്ലാം അവരെ ഈ പരീക്ഷ നേരിടാൻ സജ്ജമാക്കും എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് താല്പര്യപൂർവ്വം നിൽക്കുന്നൊരു സമയമാണ്. ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനോട് തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ ക്ലാസ് നയിച്ച, നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാമ്പ്ലാനി അച്ഛന് ഷാലോൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിലെ
മാലോം, പറമ്പ എന്നീ സൺഡേ സ്കൂളിലെ അധ്യാപകരാണ്. നിങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളിൽ പ്രേക്ഷകരായി നിങ്ങളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഷാലോമിലേക്ക് എഴുതി അറിയിക്കുമല്ലോ. എഴുതേണ്ട വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.